വാർത്തകൾ വിശദമായി നോക്കാം. ലോക്സഭ പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കും. 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ലോക്സഭയിൽ ബില്ല് പാസ്സായത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, നീണ്ട ചർച്ചകൾക്കൊടുവിൽ 14 മണിക്കൂർ ചർച്ചകൾക്കൊടുവിലാണ് വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത്. ഇന്ന് 1 മണിക്ക് രാജ്യസഭയിൽ അത് അവതരിപ്പിക്കും. രാജ്യസഭയിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? തീർച്ചയായും ഇന്നലെ 288 പേരാണ് ഈ ബില്ലിന് അനുകൂലമായി ലോക്സഭയിൽ വോട്ട് ചെയ്തത്. അങ്ങനെയാണ് ബില്ല് ലോക്സഭയിൽ പാസ്സായത്. 232 എംപിമാർ ബില്ലിന് എതിർത്തും വോട്ട് ചെയ്തു. അങ്ങനെ ഇന്നലെ ബില്ല് രാജ്യസഭ കടക്കുകയും ചെയ്തു. നീണ്ട ചർച്ചയാണ്. അടുത്ത കാലത്തൊന്നും ലോക്സഭ സാക്ഷ്യം വഹിക്കാത്ത ഒരു ചർച്ചയ്ക്കാണ് ഇന്നലെ ലോക്സഭയിൽ നമ്മൾ കണ്ടത്. 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ലോക്സഭയിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയത്. ഏതായാലും ഇന്ന് ആ ബില്ല് രാജ്യസഭയിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുക. അവിടെയും കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ആണ് ബില്ല് അവതരിപ്പിക്കുക. തുടർന്ന് ബിജെപിയുടെ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ ഈ ബില്ലിന്മേൽ സംസാരിക്കുമെന്നാണ് ഇപ്പോൾ. ആദ്യം അദ്ദേഹമായിരിക്കും സംസാരിക്കുക, അതിനുശേഷമായിരിക്കും മറ്റുള്ളവർ ഉണ്ടാവുക. ഏതായാലും ഇന്നലത്തേതുപോലെയുള്ള ആശങ്കകളൊന്നും നിലവിൽ ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. കാരണം നിലവിൽ കൂടുതൽ അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് രാജ്യസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഭരണപക്ഷമുള്ളത്. TDP അടക്കം ഈ ഭരണപക്ഷത്തോടൊപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേതുപോലെ അത്ര നീണ്ട ചർച്ചകൾ ഉണ്ടാകില്ലെങ്കിൽ പോലും ചർച്ചകൾ നടക്കും. പക്ഷേ ബില്ല് എളുപ്പത്തിൽ പാസ്സാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് രാജ്യസഭ കൂടി ബില്ല് പാസ്സാക്കുന്നതോടെ അത് നിയമമാകുന്ന, അതായത് നിയമ ഭേദഗതിയിലെ ആദ്യ കടമ്പ പൂർത്തിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ബില്ല് അവതരിപ്പിക്കും. അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ബില്ലിന്മേൽ സംസാരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, ഇന്നലെ ഈ ലോക്സഭ ബില്ല് പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. BJP പറഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ ഒരു തെറ്റ് അത് തങ്ങൾ തിരുത്തി എന്നുള്ളൊരു വാദമാണ് BJP പറയുന്നത്. മാത്രമല്ല സോണിയാഗാന്ധിയുടെ ഒരു പ്രതികരണം വരുന്നത് ഭരണഘടനയ്ക്ക് മേലെ ഭരണഘടനയെ കൊന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് സോണിയാഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ ബില്ല് പാസ്സാക്കിയതിനെതിരെ വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിനിടയിൽ മറ്റൊന്ന് വിവാദമായി ഇപ്പോൾ നിൽക്കുന്നത് ഈ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യമാണ്. ഇന്നലെ ഒരു ഘട്ടത്തിൽ പോലും ലോക്സഭയിലേക്ക് പ്രിയങ്ക ഗാന്ധി MP എത്തിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് എല്ലാ MPമാർക്കും വിപ്പ് നൽകിയതാണ് ലോക്സഭയിൽ ചർച്ചയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ ആ വിപ്പ് ലംഘിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇന്നലെ ലോക്സഭയിലേക്ക് എത്തിയില്ല. ഒരു ഘട്ടത്തിൽ പോലും പ്രിയങ്ക ഗാന്ധി എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ ഒരു വിമർശനമായി നിൽക്കുന്ന ഒരു കാര്യം. അവർ ഇന്നലെ എവിടെയായിരുന്നു, എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ സഭയിൽ ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നുള്ളതും ഏറ്റവും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. രാഹുൽ ഇന്നലെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിച്ചിരുന്നില്ല. ബില്ല് ചർച്ചയ്ക്കെടുക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി സഭയിലും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് രാഹുൽ ലോക്സഭയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അതും ഒരു വിമർശനത്തിന് ഇപ്പോൾ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ കൂടി എത്തുകയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല്. ആന്റണി, ഇന്നലെ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ കനത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ക്രമപ്രശ്നമടക്കം സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷം. തീർച്ചയായും ഇന്നലെ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ KC വേണുഗോപാലും അതുപോലെ തന്നെ RSPയുടെ MP NK പ്രേമചന്ദ്രനും ക്രമപ്രശ്നമായി എഴുന്നേറ്റിരുന്നു. പ്രത്യേകിച്ച് ഈ ബില്ല് വേണ്ടത്ര ചർച്ചകൾ നടന്നിട്ടില്ല. മാത്രമല്ല ഈ ബില്ല് അടിച്ചേൽപ്പിക്കാനാണ് ഉള്ള ശ്രമമാണ് നടത്തുന്നത്. JPCക്ക് അധികാരമില്ല ബില്ലിൽ ഭേദഗതി വരുത്താൻ എന്നതടക്കമുള്ള ക്രമപ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ MPമാരടക്കം അതിരൂക്ഷ വിമർശനമാണ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതേസമയം BJP
ഇതിനെ പ്രതിരോധിച്ചത് ഇത് മുസ്ലിം വിരുദ്ധമല്ല, പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബില്ല് നടപ്പാക്കുന്നത്, അവരുടെ ഈ സ്വത്തുക്കളടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ കിരൺ റിജിജു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അങ്ങനെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മികച്ച ചർച്ച തന്നെ ലോക്സഭയിൽ നടക്കുകയും ചെയ്തു. എങ്കിലും 288 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അതേസമയം 233 പേർ എതിർത്ത് വോട്ട് ചെയ്തു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ പ്രതിഷേധങ്ങളിലേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടാവുമെങ്കിൽ ഇന്നലെ അതൊന്നും കണ്ടില്ല. മറിച്ച് ചർച്ചയിൽ പൂർണ്ണമായും പങ്കെടുക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അവരുടെ അതായത് രണ്ട് വശങ്ങളും വഖഫ് ഭേദഗതി നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഭരണപക്ഷത്തിന്റെ വെർഷനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഈ ബില്ലിനെ എതിർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യവും ഒക്കെ കൃത്യമായി തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായി. ഏതായാലും ഇന്ന് രാജ്യസഭയിലും അത്തരമൊരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആന്റണി ജിസ്റ്റോജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.